ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. 2024 ആഗസ്റ്റ് 25 മുതൽ 31 വരെയുള്ള ആനുകാലിക വിവരങ്ങൾ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം ഏത്? ഉത്തരം മൂവാറ്റുപുഴ. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ. സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച കേരളത്തിലെ ആദ്യ നഗരമായി മൂവാറ്റുപുഴ നഗരസഭയെ പ്രഖ്യാപിച്ചു. ദൈനംദിന സർക്കാർ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിനും വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുന്നതിനുമായി സർക്കാർ ആവിഷ്കരിച്ച സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയാണ് മൂവാറ്റുപുഴ നഗരസഭ വിജയകരമായി പൂർത്തിയാക്കിയത്. ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം ഏത്? ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. ഉത്തരം മദാപ്പർ. ഗുജറാത്തിലെ കച്ച് ജില്ലയിലെ മദാപ്പർ ആണ് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നമായ ഗ്രാമം. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തത് ആരെയാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ജയ് ഷാ. ICC പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ജയ് ഷാ. നിലവിലെ പ്രസിഡന്റ് ഗ്രെഗ് ബാർക്ലേയുടെ കാലാവധി 2024 നവംബർ 30 വരെ ആയതിനാൽ 2024 ഡിസംബർ 1-നാണ് ജയ് ഷാ പ്രസിഡന്റായി നിയമിതനാവുക. 2024 ഡിസംബർ 1-നാണ് ജയ് ഷാ ICC പ്രസിഡന്റായി നിയമിതനാകുക. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ സെക്രട്ടറി ജനറലായി ചുമതലയേറ്റ മലയാളി ആര്? ഉത്തരം P. അനിൽകുമാർ. 2022 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏത്? 2022 ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും അധികം ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം. ഉത്തരം തെലുങ്കാന. 2022 751 ബാലവേല കേസുകളാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത്. 2022 റിപ്പോർട്ട് പ്രകാരം കേരളം, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്, ത്രിപുര, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ ബാലവേല കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ട്. മസ്തിഷ്കാഘാതം വന്നവരുടെ കൈകളുടെ ചലനശേഷി വീണ്ടെടുക്കുന്നതിനായി മദ്രാസ് IITയും വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജും ചേർന്ന് വികസിപ്പിച്ച റോബോട്ടിന്റെ പേര്? ഉത്തരം പ്ലൂട്ടോ. അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ജാം സാഹിബ് ഓഫ് നവനഗർ സ്മാരകം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏത്? ഉത്തരം പോളണ്ട്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോളണ്ട് സന്ദർശിക്കുന്നത് 45 വർഷത്തിനു ശേഷമാണ്. 1979 മൊറാർജി ദേശായിയാണ് അവസാനമായി പോളണ്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. പോളണ്ടിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ഡൊണാൾഡ് ടസ്ക്. തമിഴ്നാട്ടിൽ പുതുതായി ആരംഭിച്ച തമിഴക വെട്രി കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ ആര്? ഉത്തരം വിജയി. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ ആര്? 2024 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രമുഖ മലയാള സിനിമാ സംവിധായകൻ. ഉത്തരം M. മോഹൻ. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കു വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതി. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കു വേണ്ടി രൂപീകരിച്ച പുതിയ പെൻഷൻ പദ്ധതിയുടെ പേര്? ഏകീകൃത പെൻഷൻ പദ്ധതി അഥവാ യൂണിഫൈഡ് പെൻഷൻ സ്കീം. 2004 മുതൽ മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1-ന്. ഏകീകൃത പെൻഷൻ പദ്ധതി ആരംഭിക്കുന്നത് 2025 ഏപ്രിൽ 1-ന്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച മുൻ കരസേനാ മേധാവി. ഉത്തരം S. പത്മനാഭൻ. കേരളീയനായ ആദ്യ സൈനിക മേധാവിയാണ് S. പത്മനാഭൻ.
മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 നേടിയത് ആര്? മികച്ച നാടക ഗ്രന്ഥത്തിനുള്ള കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം 2024 നേടിയത്. ഉത്തരം ബൈജു ചന്ദ്രൻ. ജീവിത നാടകം അരുണാഭം ഒരു നാടകക്കാലം എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പദ്ധതിയുടെ പേര്. ഇന്ത്യയിലെ മെഡിക്കൽ കോളേജുകളിൽ ലഹരി ഉപയോഗം ഇല്ലാതാക്കാൻ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പ്രഖ്യാപിച്ച പുതിയ പദ്ധതി. ഉത്തരം നശമുക്ത് ഭാരത് അഭിയാൻ. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം. 2024 ഓഗസ്റ്റിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്ത്യ ശ്രീലങ്ക സംയുക്ത സൈനികാഭ്യാസം. ഉത്തരം മിത്രശക്തി 2024. മിത്രശക്തിയുടെ 10ാം പതിപ്പിന് വേദിയായത് ശ്രീലങ്കയിലെ മധുരു ഓയ. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ്. ഓണവിഭവങ്ങളായ ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിലെത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ്. ഉത്തരം ഫ്രഷ് ബൈറ്റിസ്. മലയാള സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ആര്? ഉത്തരം മോഹൻലാൽ. 2024 ഓഗസ്റ്റിൽ ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പ്രതിമ ഏതു രാജ്യത്താണ് സ്ഥാപിച്ചത്? ഹനുമാൻ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിയൻ എന്ന പ്രതിമ ഏതു രാജ്യത്താണ് സ്ഥാപിച്ചത്? ഉത്തരം അമേരിക്ക. അമേരിക്കയിലെ ഉയരം കൂടിയ 3ാമത്തെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിയൻ. 2024 ആഗസ്റ്റിൽ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? 2024 ആഗസ്റ്റിൽ പാരീസിൽ നടന്ന പാരാലിമ്പിക്സിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം സത്യപ്രകാശ് സാങ്വാൻ. ഇന്ത്യൻ പാരാലിമ്പിക്സ് കമ്മിറ്റി വൈസ് പ്രസിഡന്റാണ് സത്യപ്രകാശ് സാങ്വാൻ. 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? 2024 ഓഗസ്റ്റിൽ അയ്യങ്കാളിയുടെ എത്രാമത്തെ ജന്മദിനമാണ് ആചരിച്ചത്? ഉത്തരം 161ാമത് ജന്മദിനം. ഇന്ത്യയിലെ പ്രമുഖ സാമൂഹ്യ പരിഷ്കർത്താവും നിയമനിർമ്മാതാവും വിപ്ലവകാരിയുമായ മഹാത്മാ അയ്യങ്കാളി 1863 ഓഗസ്റ്റ് 28 ജനിച്ചത്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏതു സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏതു സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം മധ്യപ്രദേശ്. കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. 2024 ഓഗസ്റ്റിൽ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെച്ച വ്യക്തി ആര്? ഉത്തരം രഞ്ജിത്ത്. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തം ലക്ഷ്യമിടുന്ന സ്പേസ് എക്സിന്റെ ദൗത്യം. ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തം ലക്ഷ്യമിടുന്ന സ്പേസ് എക്സിന്റെ ദൗത്യം. ഉത്തരം പൊളാരിസ് ഡോൺ. ഹീലിയം ചോർച്ചയെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെച്ച ഈ സ്വകാര്യ ബഹിരാകാശ ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള സ്പേസ് എക്സ് എന്ന കമ്പനിയാണ്. അടുത്തിടെ വാർത്തകളിൽ നിറഞ്ഞ ഡംബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഡംബർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം ത്രിപുര. ത്രിപുരയിലെ ഗുംതി നദിയിലെ ഡംബർ അണക്കെട്ട് തുറന്നതാണ് ബംഗ്ലാദേശിന്റെ കിഴക്കൻ അതിർത്തി ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടാകാൻ കാരണമെന്ന ബംഗ്ലാദേശിന്റെ ആരോപണം പത്രങ്ങളിൽ വന്നിരുന്നു. ICC വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ. 2024 ICC വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ മലയാളികൾ.
ഉത്തരം വയനാട് സ്വദേശിയായ സജന സജീവൻ, തിരുവനന്തപുരം സ്വദേശിയായ ആശാ ശോഭന. വനിതാ T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ഹർമൻ പ്രീത് കൗർ, വൈസ് ക്യാപ്റ്റൻ സ്മൃതി മന്ദാന. ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ വനിതാ ലോകകപ്പ് ടീമിൽ മലയാളികൾ ഉൾപ്പെടുന്നത്. വേദി UAE. 2024 ICC വനിതാ T20 ലോകകപ്പിന്റെ വേദി UAE. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാവുന്നത് എവിടെയാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് പ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ കോടതി സ്ഥാപിതമാവുന്നത്. ഉത്തരം കൊല്ലം. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത്. ശാസ്ത്ര സാങ്കേതിക മികവിനുള്ള കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ വിജ്ഞാൻ ശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഡോക്ടർ സി അനന്തരാമകൃഷ്ണൻ. ഭക്ഷ്യ കാർഷിക സംസ്കരണ മേഖലകളിലെ മികച്ച സംഭാവനകൾക്ക് കൃഷിശാസ്ത്ര വിഭാഗത്തിലാണ് ഡോക്ടർ അനന്തരാമകൃഷ്ണന് പുരസ്കാരം ലഭിച്ചത്. അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുമി 1 വിക്ഷേപിച്ച രാജ്യം ഏത്? അടുത്തിടെ ആദ്യമായി പുനരുപയോഗിക്കാവുന്ന ഹൈബ്രിഡ് റോക്കറ്റ് റുമി 1 വിക്ഷേപിച്ച രാജ്യം. ഉത്തരം ഇന്ത്യ. ആഗോളതാപനത്തെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഗവേഷണം നടത്തുക എന്നതാണ് റോക്കറ്റ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയ കമ്മിറ്റി. ഉത്തരം ജസ്റ്റിസ് എസ് സിരിജഗൻ കമ്മിറ്റി. 2016 സിരിജഗൻ കമ്മിറ്റി രൂപവത്കരിച്ചത്. 2024 ഓഗസ്റ്റിൽ അന്തരിച്ച കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്. ഉത്തരം VP മോഹൻകുമാർ. കല്ലുവാതുക്കൽ മദ്യദുരന്തത്തിന്റെ അന്വേഷണ കമ്മീഷനായും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട് VP മോഹൻകുമാർ. ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയ അമൻ ഷെഹ്റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ലോക റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് എത്തിയ അമൻ ഷെഹ്റാവത്ത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗുസ്തി. പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ ഗുസ്തി താരമാണ് അമൻ ഷെഹ്റാവത്ത്. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹാവൽ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റർബിംഗ് ദ പീസ് എന്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി. US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വക്ലാവ് ഹാവൽ സെന്റർ എന്ന സംഘടനയുടെ 2024 ഡിസ്റ്റർബിംഗ് ദ പീസ് എന്ന പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആര്? ഉത്തരം അരുന്ധതി റോയ്. അദാനി ഗ്രൂപ്പിനും സെബി ചെയർപേഴ്സൺ മാധവി പുരിപുച്ചിനുമെതിരെ റിപ്പോർട്ടുകൾ പുറത്തുവിട്ട ഹിൻഡൻബർഗ് റിസർച്ച് ഏതു രാജ്യത്തിന്റെ ധനകാര്യ ഗവേഷണ സ്ഥാപനമാണ്? ഉത്തരം USA. ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റിൽ ആചരിച്ചത്? ശ്രീനാരായണ ഗുരുവിന്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ഓഗസ്റ്റിൽ ആചരിച്ചത്? ഉത്തരം 170ാമത് ജന്മവാർഷികം. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 ജനിച്ചത്. 2024 ഓഗസ്റ്റിൽ മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ വെങ്കല പ്രതിമ അനാവരണം ചെയ്തത് എവിടെയാണ്? മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ വെങ്കല പ്രതിമ അനാവരണം ചെയ്തത്. ഉത്തരം തിരുവനന്തപുരം. ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാവുന്നത് എവിടെയാണ്?
ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിക്കുന്ന ഭാവിയുടെ ഉച്ചകോടിക്ക് 2024 വേദിയാവുന്നത്? ഉത്തരം ന്യൂയോർക്ക്. ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം. അടുത്തിടെ ഭൂകമ്പത്തെ തുടർന്ന് പൊട്ടിത്തെറിച്ച റഷ്യയിലെ അഗ്നിപർവ്വതം. ഉത്തരം ഷിവേലുച്ച് അഗ്നിപർവ്വതം. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി. ഉത്തരം ഡ്രീം വെസ്റ്റർ. ഉത്തേജക മരുന്ന് പരിശോധനയുമായി ബന്ധപ്പെട്ട നിയമം ലംഘിച്ചതിന് 18 മാസത്തെ വിലക്ക് ലഭിച്ച പ്രമോദ് ഭഗത് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ബാഡ്മിന്റൺ. 2024 ഓഗസ്റ്റ് 28 പാരീസിൽ ആരംഭിക്കുന്ന പാരാലിമ്പിക്സിൽ മത്സരിക്കുവാൻ പ്രമോദ് ഭഗത്തിന് കഴിയില്ല. അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന AVT റോക്കറ്റ് ഏതു സ്പേസ് ഏജൻസിയുടേതാണ്? അന്തരീക്ഷ ഓക്സിജൻ സ്വീകരിച്ചു പറക്കുന്ന AVT റോക്കറ്റ് ഏതു സ്പേസ് ഏജൻസിയുടേതാണ്? ഉത്തരം ISRO. ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ അരി ATM സ്ഥാപിച്ചത്? ഉത്തരം ഒഡീഷയിലെ ഭുവനേശ്വർ.